ആരാണോ ഇത്? ലോട്ടറിയോ? ഞാൻ എന്തോ ഫോട്ടോ ഫ്രെയിമും കൊണ്ട് വരുവാന്ന് ഓർത്തെ. ഞാൻ വെച്ചോ എനിക്ക് എന്തോ സമ്മാനം കൊണ്ട് വരാന്ന്. ഇത് എന്താ ഇത്? നാളത്തെ കേരള ബമ്പർ നറുക്കെടുപ്പ് നാളെയാണ് നാളത്തെ കേരള ബമ്പർ നറുക്കെടുപ്പ് നാളെയാണ് നറുക്കെടുപ്പ് എല്ലാം കഴിഞ്ഞ് പത്രത്തിൽ ഫലം വരുമ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചു തന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കൂ. യാമിക്കുട്ടി, തീർച്ചയായും അടിക്കുന്ന ഉറപ്പുള്ള ഒരു ടിക്കറ്റ് എനിക്ക് തരുമോ? കഴിഞ്ഞ ആഴ്ച എനിക്കൊരു 100 രൂപയുടെ ലോട്ടറി അടിച്ചു. അത് തരട്ടെ? ലോട്ടറി എടുത്താ അടിക്കോ? തീർച്ചയായിട്ടും ഒരു ദിവസം അടിക്കുമെങ്കിലേ എന്നടിക്കും അടിക്കണമെന്ന് അന്ന് ഈ ലോട്ടറി എടുക്കുമ്പോളേ നമ്പർ നോക്കി എടുക്കുന്ന ട്രിക്ക് ഉണ്ട്. അതറിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടും. അയ്യോ, അത് എനിക്ക് പഠിപ്പിച്ചു തരുമോ യാമിക്കുട്ടി? ആ ട്രിക്ക് എനിക്ക് അറിയെങ്കിൽ ഞാൻ തന്നെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഈ കഷ്ടപ്പെട്ട പണിയെല്ലാം നിർത്തൂലേ. സിമ്പിൾ. ശരി, നാളത്തെ കേരളമാണോ? എങ്കിലും എനിക്കൊന്ന് വേണേ. അടിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ തന്നാ മതി. ഓക്കെ, മീനൂട്ടി എനിക്ക് വേണ്ടി ഒന്ന് എടുക്കും. ഒരു ടിക്കറ്റ് ഭാഗ്യ നമ്പർ. യാമി മോളെ, ഭാഗ്യധാരയുടെ ഫലം. ഒന്നാം സമ്മാനം 50 ലക്ഷം രൂപ. ടിക്കറ്റ് നമ്പർ BU 45 16 86 6 6 അടിച്ച ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. കൊള്ളാം, തേരോട്ടം. അടിപൊളി. എന്തോ ഇപ്പൊ യാമിക്കുട്ടിക്ക് ലോട്ടറി അടിച്ചല്ലോ. അപ്പൊ എന്റെ ഞാനൊരു കാര്യം പറ്റില്ല. ഞാനൊരു കാര്യം പറയും. എന്റെ ഐഫോൺ എവിടെ? അയ്യോ എന്റെ ഡയമണ്ട് നെക്ലേസ് എവിടെ? അയ്യോ, എനിക്കും ഉണ്ടായിരുന്നു ഒരു ഉടുപ്പ്. ഇതൊക്കെ എവിടെ? എനിക്കൊന്നും പ്രോമിസ് ചെയ്തില്ലല്ലോ. ലോട്ടറി അഡ്ജസ്റ്റ് ചെയ്യാം. അച്ഛൻ ഇന്ന് വരാൻ പറ്റൂല. അച്ഛന് ഇന്നലെ രാവിലെ ജോലി ഉണ്ട്. ഐഫോൺ തമ്മിലുള്ള ബന്ധം അല്ല, ഇതാരാ? പൈസ കിട്ടാതെ കടയിൽ പോയി ഐഫോണും പാന്റും ഷർട്ടും ഒക്കെ വാങ്ങാൻ പറ്റുമോ? ഇല്ല, പൈസ വേണം. ഒരു കാര്യം ചെയ്യാം. അതുകൊണ്ട് എന്റെ കയ്യിലും എന്റെ അച്ഛന്റെ കയ്യിലും പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ടാ വാങ്ങാത്തത്. അയ്യോ, ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ലോട്ടറി കിട്ടിയല്ലോ എനിക്ക്, ഞാൻ വാങ്ങിക്കൊടുക്കാം. ഞാൻ കൊടുത്തിട്ട് വരാം. അമ്പിളി മാമനെ കൊണ്ടുതരാലോ, 1000 ആനയെ കൊണ്ടുതരാലോ. സന്തോഷായില്ലേ ഉണ്ണിയങ്കളുടെ? കൺഗ്രാറ്റുലേഷൻസ് ഉണ്ണി സാർ. ഇതിലിപ്പോ ഞാന് ഐഫോൺ വാങ്ങിക്കൊടുക്കണം. എന്റെ ശർക്ക് ഐഫോണും പിന്നെ ഷർട്ടും പാന്റും എല്ലാം വേണം. ബാക്കി ഇതിൽ എത്ര പൈസ ഉണ്ടാവും? അപ്പൊ യാമിക്കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ? അത് വേണം. യാമിക്കുട്ടിക്ക് എന്താ വേണ്ടത്? കമ്മീഷൻ എത്രയാ? 86 രൂപ മാത്രമേ ഉള്ളൂ. വളരെ ചീപ്പാ, അഫോർഡബിൾ അല്ലേ? ബാക്കി ഞാനൊരു ബെൻസ് കാറ് വാങ്ങാൻ പോണേ കേട്ടോ. മോളെയും കൊണ്ട് പോണതില്. ഓക്കെ, ഏറ്റോ? ഇതാണ് ആര്യ ചേച്ചിക്ക് നല്ല നെക്ലേസ്. ഇത് ഞാൻ തരില്ല. ഉണ്ണിയങ്കളുടെ ഇത് എനിക്ക് ലോട്ടറി അടിച്ച ടിക്കറ്റാ. ഇത് ഞാൻ തരില്ല. ഇത് ഞാൻ വാങ്ങിക്കൊടുത്തോളാം. ഇതൊന്ന് കൈ പിടിച്ചോ, ഞാനിപ്പോ വരാം. അതെങ്ങോട്ടാ? ഇതാണ് നിങ്ങൾ പറഞ്ഞ ഐഫോൺ. അച്ഛന്റെ ഫോൺ അല്ലേ? ഇനി വാക്ക് പാലിച്ചില്ല എന്ന് മാത്രം പറയരുത്.
അതാ തട്ടിപ്പറിച്ചൊക്കെ എടുക്കുന്നു. എല്ലാവർക്കും ഉണ്ട് ഓരോ ഫോൺ. രണ്ടെണ്ണോ? ഒന്നിനു വരും. നമുക്കിതാ നല്ല iPhone. എല്ലാവർക്കും ഫോൺ. നല്ല ഐഫോൺ ഉണ്ണിയാണ്. യാമിക്കുട്ടി പറയുന്നത് ഇനി ഫോണിന്റെ കാര്യം ചോദിച്ചു പോരും. മേഹല ചോദിക്കരുത്. ഇത് നിങ്ങള് വീട്ടിൽ കഴിക്കോ. എനിക്ക് എന്റെ അച്ഛനൊരു ഐഫോൺ വേണം. ആ ഫോൺ എടുക്കട്ടെ. ആണോ? ഇത് രണ്ടും ഞാൻ എടുത്തോളാം. അത് ശരി. അപ്പൊ എനിക്ക് എന്റെ അച്ഛന് ഫോണില്ലേ? അച്ഛന്റെ ഫോണല്ലേ എനിക്കെന്നാ? പിന്നെ എങ്ങനെ? എന്നാ അച്ഛൻ എനിക്ക് പുതിയ ഐഫോൺ വാങ്ങും. വാങ്ങിക്കട്ടെ. അങ്ങനെ തന്നെ ഐഫോൺ കിട്ടിയില്ലേ? കിട്ടി. താങ്ക് യു. ഉണ്ണിയങ്ങൾക്ക് അമ്മേന്റെ ഐഫോൺ കിട്ടിയില്ലേ? കിട്ടി. മതി, ഇത് മതി. അമ്മയ്ക്കും അച്ഛനും ഇല്ല. ഇല്ല. അയ്യോ, ഇത് ജഡ്ജസ്. ജഡ്ജസിന്. ചേച്ചിക്ക് ഐഫോൺ ഇല്ലല്ലോ. എനിക്ക് ഐഫോൺ ഇല്ല. എടാ ദൈവമേ നോക്കുന്ന. അയ്യോ മീനോട്ടെന്റെ ഫോൺ എനിക്ക് കിട്ടി. അയ്യോ താങ്ക് യു ആമിക്കുട്ടി. അപ്പൊ എനിക്ക് ഫോൺ വേണ്ടേ? ഫോൺ കൊടുത്തു കൊടുക്കുക. ആരുടെ ഇപ്പൊ എടുത്തത്? ഈ കട്ട് കൊടുക്കുന്നതാണ് പ്രശ്നം. എന്റെ കയ്യില് 3 എണ്ണോ ഉള്ളൂ, 4 എണ്ണോ ഇല്ല. ഐഫോണോ? തൽക്കാലം ഐഫോൺ ഇല്ലല്ലോ. അപ്പൊ ഈ വെള്ളം കുടിച്ചോ? അതെന്താ പരിപാടി? എന്റെ അടുത്ത് എന്താ പറഞ്ഞ? ഈ വിസ്താരയുടെ അതേ കളറിലുള്ള ഉടുപ്പ് വാങ്ങി തരും എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എനിക്ക് അത് ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഈ ഉടുപ്പിട്ട് നിക്കുന്നത്. അല്ല ഡയമണ്ട്സ് പോലത്തെ ഡ്രസ്. മീനോട് ഒത്തിരി സന്തോഷായി. ഓ അതെനിക്ക് മനസ്സിലാവും. ആ ഇവിടെ സന്തോഷം. 2 മൊബൈൽ ഉണ്ട് എനിക്കിപ്പോ. എനിക്ക് ഒരെണ്ണമുണ്ട്. ചേച്ചിക്ക് 2 ഉണ്ണിയക്കള് 2. ഞാൻ മാത്രം അനാഥ അല്ലേ? സന്തോഷായി. ഉണ്ണിയങ്കിളിന്റെ ഫോൺ എന്റെ കയ്യിൽ തരുവാ. അയ്യോ വേണ്ട. അച്ഛനും എടുക്കാൻ. ആ തരും. അയ്യോ യാമിക്കുട്ടി പാട്ട് പാടണ്ടേ നമുക്ക്? 10 പോയിന്റ്. 1 രൂപ ഇങ്ങോട്ട് കൊടുത്താൽ 1 ലക്ഷം കുഴപ്പാരും. അതാണ് പാടുപോലെ. അയ്യോ നന്നായിട്ട് പാടണേ. ഇളകിയിരിക്കുവോ? അടൂർ ബാസി. ഹൈപ്പർ ആയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. പാടിക്കോ. ടീച്ചേഴ്സ് പറയണ്ടേ? പറഞ്ഞോ. പാടിയത് അടൂർ ബാസി. ലിറിക്സ് എഴുതിയത് ശ്രീകുമാരൻ തമ്പി. സംഗീതം നൽകിയത് ദക്ഷിണാമൂർത്തി. സിനിമേന്റെ പേര് ലോട്ടറി ടിക്കറ്റ്. യെസ്. വർഷം 1970. മിടുക്കി. എല്ലാം അറിയാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു രൂപ ഇങ്ങോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. 1 രൂപ ഇങ്ങോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ഭാരം താങ്ങി തളരുന്നവരെ ഭാഗ്യം നിങ്ങൾ തേടി നടക്കൂ. വരുവിൻ, നിങ്ങൾ വരുവിൻ. മായമില്ല, മന്ത്രമില്ല, ജാലവുമില്ല.
തന്നു. അത്ര എടുക്കുക. അന്നോ ഇത്ര സമയം പോലും പറ്റില്ല അതെ മീനുട്ടി ഇല്ലാണ്ട് പറ്റില്ല യാമിക്കുട്ടിക്ക്. ചോദിക്കേ ആരെടുത്താ ചോദിക്കണ്ടേ? ഉണ്ണിപ്പൂച്ച ആര് ചേച്ചി? ഞാനാണോ പറയണ്ടേ? എന്റെ പാട്ട് എങ്ങനെയുണ്ട്? യാമിക്കുട്ടിയുടെ പാട്ട് കിടിലോൽ കിടിലം. ശ്ശോ, എനിക്കൊരു ലോട്ടറി അടിച്ച പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. എങ്ങനെ പാടിയ 1 രൂപ ഒന്നും കൂടെ പാടിത്തരുമോ? 1 രൂപ ഇങ്ങോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ഓ കിടിലൻ, വേറെ ലെവൽ. എങ്ങനെ ഈ വരിയൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു? അതൊക്കെ അമ്മ എന്നെ ഇന്നലെ രാത്രി അമ്മ അടിച്ചു അടിച്ച് തുടങ്ങി എന്നിട്ട് അവള് നന്നായി പാടുമ്പോൾ അമ്മേന്റെ കണ്ണിന്ന് കണ്ണുനീര് ഒഴുകുന്നുണ്ട്. അച്ചോ അതെന്താ ചേച്ചി? ഞാൻ കരഞ്ഞിട്ടല്ല, ഇഷ്ടമായിട്ട് പാട്ട്. ഓ ഇഷ്ടമായത് കൊണ്ട് അമ്മയുടെ കണ്ണുനീര് വരുന്നുണ്ട്. എത്ര അടി കിട്ടിയെന്നറിയോ? 35,7,8. 35,7,8 3578. കറക്റ്റ് എണ്ണൊക്കെ കറക്റ്റാ. ഇത്ര അടി അമ്മ എനിക്ക് തന്നു. എന്നിട്ടാണ് ഞാൻ ഇത് കരഞ്ഞിട്ട് ഇങ്ങനെ പാട്ട് ഇങ്ങനെ പഠിച്ചത്. അതെങ്ങനെയാ കരഞ്ഞോണ്ട് എങ്ങനെയാ പഠിച്ചേ? കാണിച്ചേ. കരഞ്ഞോണ്ടോ? എന്നാ അമ്മ എനിക്ക് ഇപ്പൊ ഒരു അടി തരും. അമ്മേനെ സ്റ്റേജിലേക്ക് വിളിക്കും. അത് വേണ്ട, അങ്ങോട്ട് വിടട്ടെ. ഞാൻ ചേരാം. അത് വേണ്ട. മുള്ളുവടിയാ? ഉള്ളവടിയല്ല, പിന്നെ നല്ല വേദന എടുത്തിട്ട് ഇവിടെ പാടൊക്കെ വരുന്ന വടി. ഓ പാടൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയി. ഓ ഇന്നലത്തെ പാടി ഇന്നേക്ക് ഉണങ്ങിപ്പോയി. അല്ലേ? അതെ 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 അതെ. ഇനി ഉണ്ണിപ്പൂച്ച. ഉണ്ണിയങ്കിൾക്ക് എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിപ്പൂച്ച എന്താ പറയേണ്ടതെന്നറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. എന്താ താളത്തെറ്റിന്റെ ഒരു ബോധം. ഇത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക. ആ കുഞ്ഞി കയ്യിലാണ് കംപ്ലീറ്റ് താളം കിടക്കണത്. ആ താളം മാറുന്ന സമയത്തൊക്കെ എങ്ങനെയുണ്ട് എന്റെ പാട്ട്? അത്ര മതിയല്ല. അത് മതി, അത്ര പറഞ്ഞാ മതി. MJ അങ്കിളിന് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയൊക്കെ പാടണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റിയും വേണം. എനിക്ക് സെൻസ് ഒക്കെ ഇട്ടുണ്ട്. എന്താണ് സെൻസിറ്റിവിറ്റി ഉണ്ടല്ലേ? എന്റെ അങ്കിൾ ഒന്ന് ഇങ്ങോട്ട് വരുവോ? ഒരു കാര്യം പറയാൻ. പറഞ്ഞോ, അവിടുന്ന് പറഞ്ഞോ. ഒന്ന് ഇങ്ങോട്ട് വാ. അവിടെ ഒരു കാര്യത്തിന്റെ അടുത്തിട്ട് ഇവിടെ നിർത്താം. അവിടെ MJ അങ്കിളിന് കാല് വയ്യ, കാലില് മുള്ളുകുത്തി. MJ ഞങ്ങളെ എങ്ങനെയാ ഇവിടുന്ന് എണീക്കാതിരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഉണ്ണിപ്പൂച്ച വേണം. ബെസ്റ്റ്. അല്ല പൊന്ന് കാര്യം പറഞ്ഞോ എന്താ പറയാൻ പോയ? അവര് വന്നിട്ട് എന്നെ ഒന്ന് എടുക്കാന്. അപ്പൊ ഇത്ര നേരം ഞാൻ എടുത്തതോ? നല്ല ഇഷ്ടമായിട്ട് മീനുട്ടി ചേച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചേച്ചേഴ്സിനും കൂടെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവര് മടിയിൽ. അയ്യോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, യാതൊരു സംശയമില്ല. എന്നാണ് അവരുടെ മടിയിൽ ഇരിക്കുവാന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ. പിന്നെ ഇത്ര നേരം ഇത്രയും നേരം ഇരുന്നില്ലേ മടിയില്? എന്റെ സാറിന്റെ മടിയിൽ ഇരുന്നില്ല. അരിച്ചേച്ചിന്റെയും എന്റെ സാറിന്റെ മടിയിൽ ഇരുന്നില്ല. ഉണ്ണിയങ്ങളുടെ മാത്രമേ ഇരുന്നുള്ളൂ. ഇപ്പൊ മടി ഇരുന്ന എങ്ങനെ മധുരവാഴ തരും? അത് പോയിന്റ്. അപ്പൊ ഞാൻ അത് ശരിയാ. മീനൂട്ടി പിന്നെ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു പ്രാവശ്യം മടി ഇരിക്കാം കേട്ടോ. യാമിക്കുട്ടിയുടെ ഒരു പാട്ടെന്ന് പറഞ്ഞാലേ ഈ ടോപ്പ് ബാൻഡിന് താളം തെറ്റിയാലും യാമിക്കുട്ടിക്ക് താളം തെറ്റും. അതാണ്. അതെ കൃത്യം. ഷോ ഇതൊക്കെ എങ്ങനെയാ യാമിക്കുട്ടി? തെറ്റിച്ചു അല്ലേ? ആ ടോപ്പ് ബാൻഡ് തെറ്റാൻ പോയി. അതെ. അപ്പൊ യാമിക്കുട്ടിയാണ് പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ശരിക്കും വായിക്കുന്നൊക്കെ കാണിച്ചു. ടോപ്പ് ബാൻഡ് ശരിക്കും വായിച്ചാ? ഞാൻ വായിച്ചു. അതിപ്പോ ഞാൻ ചെറിയതായിട്ടൊന്ന് തെറ്റിപ്പോയിരുന്നു. ഓ ഞാനാണ് തെറ്റിപ്പോയത് ചെറുതായിട്ട്. അതാണ് ഈ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഈണം തെറ്റിയോ? അല്ല, എന്റെ ശരിക്കത്തെ ലാസ്റ്റ് തീണൊന്ന് ചെറിയതായിട്ട് തെറ്റിയതാ. ഓ അതാണ്. ഇന്നലൊക്കെ ഞാൻ ഒച്ച എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ തൊണ്ട സ്ട്രെയിൻ ആയതുകൊണ്ടാ അങ്ങനെ പറ്റി. തൊണ്ട സ്ട്രെയിൻ ആയതുകൊണ്ട് അങ്ങനെ പറ്റി. അമ്മ എപ്പോഴും പറയാ യാമി സൗണ്ട് എടുക്കല്ലേന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് അമ്മ അടിച്ചത്. എന്ത് പറ്റി? സ്വന്തം കേൾക്കാത്തവരെ അടിക്കൂലേ? ഇപ്പൊ നമ്മുടെ ഭാഗത്താ തെറ്റ്. ഞാനായിരുന്നു പറഞ്ഞത് കേൾക്കാത്തത്. ഞാൻ മൂത്ത കുട്ടിയല്ല, നിങ്ങളൊക്കെ മൂത്തതല്ലേ? അതെ. അതുപോലെ ഞാനും മുത്തനാണൊക്കെ നോക്ക് എത്ര പൊക്കം വെച്ചു. കണ്ടോ, ഹൈറ്റ് ഒക്കെ കൂടി ബിഗ് ഗേൾ ആയി. അല്ല ഇപ്പൊ മധുരമഴ വേണോ വേണ്ടയോ? മാജിക്കില് വരുത്തി തരണോ? മാജിക്കിൽ നമുക്ക് നോക്കട്ടെ. അത് വരുത്തിയിട്ട് അപ്പൊ തന്നെ മിഠായി വഴിയാണേ. മധുരമഴ. വേഗം വേഗം. 1 2 3 4 5 6 7 8
9 ടാറ്റാ യാമിക്കുട്ടാ. ബൈ ബൈ. ഉമ്മ ചക്കര ഉമ്മ. ചക്കര ഉമ്മ. സോ സ്വീറ്റ്. ബൈ.